തറവാട്ടിൽ പോയാൽ പിന്നെ പഴമ അത് നിർബന്ധ എന്ന് പറഞ്ഞ പോലെയാ. തറവാട്ടിലെത്തിയാൽ അവിടുത്തെ കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങൾ, വീണ്ടും പണ്ടത്തെ കാര്യങ്ങൾ എന്നിവ ചോദിച്ചറിയാനും കാണാനും ഉള്ളൊരു പ്രത്യേക ഇൻട്രസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. സൂര്യൻ മായാൻ തുടങ്ങിയ ഈ വൈകുന്നേരം ഞങ്ങളിതാ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ദാ ആ കാണുന്ന മലയോരത്തേക്ക്, അതിനോട് ചേർന്ന പ്രദേശത്തേക്കുമാണേ. കാടൊന്നു കാണാൻ പോയാലോ? ആദ്യം അതൊരു സാധാരണ ഐഡിയ ആയിരുന്നു. പക്ഷേ ആ യാത്ര ഇത്ര ഓർമ്മകളും ഇത്ര ചിരികളും ഇത്ര സന്തോഷവും ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞങ്ങളുടെ യാത്ര തുടങ്ങിയപ്പോഴേക്കും സൂര്യൻ പതുക്കെ മറഞ്ഞു തുടങ്ങുകയായിരുന്നു. ഇതാ കണ്ടോ, എന്തു മനോഹരമാണ്. ഈ സന്തോഷത്തിനിടയിൽ ഒരു ചെറിയ ഭയം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത കാലത്ത് അവിടെ എവിടെയോ ഒരു വലിയ ആന ഇറങ്ങി നടക്കുന്നുണ്ട് എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആനയെന്ന ആ മഹാ അത്ഭുതത്തിൻ്റെ ഒരു ഉൾഭയം കൂടി ഉണ്ടായിരുന്നു ഈ ഓരോ നടത്തത്തിലും ചിരിയിലും കളിയിലും. സത്യം പറയാലോ, ഓരോ ശബ്ദവും ഓരോ ഇലയുടെ അനക്കവും ഒരു നിമിഷം ഞങ്ങളെ നിർത്തി നോക്കിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അവിടുത്തെ സൗന്ദര്യം ആ യാത്ര നിർത്താൻ സമ്മതിച്ചില്ല. അങ്ങനെ ചെറിയ പേടിയോടെയും വലിയ ആവേശത്തോടെയും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഈ വഴി ചെറുതായിരുന്നു, രണ്ട് വശങ്ങളും ഉയർന്ന മരങ്ങൾ. ദാ കണ്ടോ, ഈ ഒരു ചേട്ടൻ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം കൂടി. ഈ ഒരു വഴിയിലൊന്നും വേറെ വീടുകളോ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു മനുഷ്യൻ അങ്ങ് ദൂരെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ആണത്രേ താമസിക്കുന്നത്. എന്തോ സാധനം വാങ്ങാൻ പുറത്തേക്ക് വന്നതാണ്. ഞങ്ങൾ ചില കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു. പെട്ടെന്നൊരു ശബ്ദം. ഒരു ചിഹ്നം വിളിയാണോ? എല്ലാവരും ഒരുമിച്ചു നടക്കുന്നതൊന്ന് നിർത്തി ചുറ്റും നോക്കി. ആനാണോ? ആർക്കും ഉറപ്പില്ല. ഹൃദയം വേഗത്തിലിടിക്കാൻ തുടങ്ങി. ആ ഒരു നിമിഷം ആരും സംസാരിച്ചില്ല. പിന്നീട് അത് വെറും കാറ്റിൽ കുലുങ്ങിയ ഒരു കൊമ്പ് മാത്രമാണെന്ന് മനസ്സിലായി. എല്ലാവരും ഒന്ന് ശ്വാസം വിട്ടു. പക്ഷേ ആ പേടി പൂർണ്ണമായിട്ട് പോയിട്ടില്ല കേട്ടോ. ഇനിയും മുന്നോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ദൂരത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. ദാ എന്തോ വെള്ളം ഒഴുകുന്ന പോലെ തോന്നുന്നു. ആ ശബ്ദം കേട്ട നിമിഷം എല്ലാവരും ഒന്ന് നോക്കി. അവിടെ എന്താണ്? ആകാംക്ഷ കൂടി. പടിപടിയായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഹൃദയം പറയുന്നത് പോലെ അവിടെ എന്തോ സ്പെഷ്യലായിരിക്കും. അങ്ങനെ കുറച്ചുകൂടി നടന്നപ്പോൾ ഞങ്ങളത് കണ്ടു. ആ, എന്തൊരു മനോഹരമായ കാഴ്ച! വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ചുറ്റും പച്ചപ്പും മധ്യേ ഒഴുകുന്ന തണുത്ത വെള്ളവും. ഇത് കാണൂ, ഇത്ര സുന്ദരം. എല്ലാവരും സന്തോഷത്തോടെ, ചെറിയ പേടികളും ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ഈ ഒരു കാഴ്ച മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിച്ചു. ചിലർ കൈ വെള്ളത്തിൽ മുക്കി, ചിലർ മുഖത്ത് തെളിച്ചു, ചിലർ ഫോട്ടോ എടുക്കാൻ തിരക്കായി. ചിരികളും സംസാരങ്ങളും സന്തോഷവും. ആ തണുത്ത വെള്ളം, ആ ശുദ്ധവായു, ആ കാഴ്ച, അത് കണ്ണിനെ അല്ല മനസ്സിനെയാണ് കുളിർമ കൊള്ളിച്ചത്. ഠോ, പെട്ടെന്നൊരു സൗണ്ട്. ദാ ഏതോ ഒരു വിരുദനൊപ്പിച്ച പണിയാണ്. വലിയൊരു കല്ല് അപ്പുറത്തേക്കിട്ട് ഇതാ ആന ചെയ്ത എന്തോ ഒരു പണിയാണെന്ന ഭാവത്തിൽ എല്ലാവരെയും പേടിപ്പിച്ചു കൊണ്ടിരുന്നു. വീണ്ടും ഇതാ പണ്ടത്തെ പോലെ ചെറുതല്ല വലിയൊരു പേടി തന്നെ മനസ്സിൽ. ഇവിടുന്ന് ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ട് നമ്മൾ വന്ന സ്ഥലത്തെത്തും. അതാണ് ആ പേടിയുടെ ഏറ്റവും വലിയ കാരണം. പിന്നെ ഈ ഒരു പാത അത്ര സുഖകരവുമല്ല. പിന്നെ ആന വന്നാലുണ്ടോ, പേടിക്കാതിരിക്കുമോ? ഇതെല്ലാമായിരുന്നു. എന്നാലും ആ വിരുദ്ധൻ ആരാണെന്ന് കണ്ടുപിടിച്ചതോടുകൂടി ആ ഭയം പോയി. ദാ തുരുമ്പ് പിടിച്ച് പഴകിയ ഈ പാലത്തിലൂടെ ഞങ്ങൾ അങ്ങോട്ടൊന്നു നടന്നു നോക്കി. വേണ്ട, കൂടുതൽ ദൂരം പോവണ്ട. അപ്പുറത്ത് കൊടും കാടാണ്. നേരത്തെ കണ്ട ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ഒന്ന് ഓർത്ത്. ഇവിടേക്ക് ആനകൾ വെള്ളം കുടിക്കാൻ മിക്കവാറും ദിവസങ്ങളിൽ വരാറുണ്ട്. അങ്ങനെ കാടിൻ്റെയും ചോലയുടെയും പരിപൂർണമായ സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾ പിന്നീട് പോയത് ദാ ഈ കാണുന്ന കുന്നിൻ ചെരുവിലേക്കാണ്. അങ്ങനെ എല്ലാവരും അടുത്ത കാഴ്ച കാണാൻ ഓടുകയും നടക്കുകയും കളിക്കുകയും ചിരിക്കുകയുമാണ്. ഇല്ല, ഒരു ക്ഷീണവുമില്ല. ഇങ്ങനെയുള്ള യാത്രകൾ വെറും കാഴ്ചകൾ മാത്രമല്ല, മനസ്സിൻ്റെ സന്തോഷങ്ങൾ കൂടിയാണ്. കണ്ടോ ആസ്വാദനം. അങ്ങനെ ദാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ദാ ആ സ്ഥലം നോക്കൂ, ദാ അങ്ങോട്ട് നോക്കൂ, ദാ ഇങ്ങോട്ട് നോക്കൂ.
അങ്ങനെ ഞങ്ങളിതാ ആ കുന്നിൻ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ വിശാലമായ പരന്ന കറുകറുപ്പൻ പാറ, അതിന് തൊട്ടടുത്തായി ഒരമ്പലം. അത് നിങ്ങൾ കണ്ടോ? എല്ലാവരും ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ആ ക്ഷേത്രത്തിൽ നിന്നുള്ള സന്ധ്യാഭക്തിഗാനം, ആ ശബ്ദം കാറ്റിനൊപ്പം അങ്ങനെ ഒഴുകി. അതോടൊപ്പം ചുറ്റും പക്ഷികളുടെ ശബ്ദം, താഴെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ സംഗീതം, ഇതെല്ലാം ചേർന്ന് ആ സ്ഥലം തികച്ചും ഒരു സ്വർഗരാജ്യം പോലെ തോന്നി. ദാ കുന്നിൻ ചെരുവിൽ കൂടി നടന്നപ്പോൾ എല്ലാവരും ഓടിയത് ഇങ്ങോട്ടാണ്. ഈ വലിയ മരത്തിൻ്റെ താഴെ ഇതാ കണ്ടോ ഈ ഊഞ്ഞാൽ. അത് കണ്ട നിമിഷം എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടമായി. എല്ലാവരും അതിൽ കയറി ഊഞ്ഞാലാടാൻ തുടങ്ങി. ഒരാൾ കയറി, പിന്നെ മറ്റൊരാൾ, അങ്ങനെ ഒന്നായി എല്ലാവരും ഊഞ്ഞാലിൽ കയറി ആടാൻ തുടങ്ങി. ആ ചിരികൾ, ആ സന്തോഷം അവിടെ മുഴുവൻ നിറഞ്ഞു. ഈ ഊഞ്ഞാലാട്ടം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏറെ നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു സ്ഥലം, ഇങ്ങനൊരു അനുഭവം, തികച്ചും സന്തോഷം. ദാ കണ്ടോ, കാറ്റത്ത് അപ്പൂപ്പൻ താടി പോലെ വീണ്ടും വീണ്ടും ആടിക്കൊണ്ടിരിക്കുന്നു. സമയം എങ്ങനെ പോയെന്ന് പോലും അറിയാതെ ആ വൈകുന്നേരം പതുക്കെ അവസാനിക്കുകയായിരുന്നു. ആ സ്ഥലത്തോട്, ആ കാടിനോട്, ആ നിമിഷങ്ങളോട് വിട പറയേണ്ട സമയമെത്തി. മനസ്സിലൊരു ചെറിയ വിഷമത്തോടു കൂടി ഇനി പോകണം എന്ന് പറയുമ്പോൾ ആരും അത്ര എളുപ്പത്തിൽ മുന്നോട്ട് നീങ്ങിയില്ല. ക്ഷേത്രത്തിലെ ആ സന്ധ്യാഗാനം ആ ഒരു അന്തരീക്ഷത്തെ ഏറെ മനോഹരമാക്കിയിരുന്നു. വളരെ സന്തോഷത്തോടെ വന്ന ഞങ്ങൾ അല്പം വിഷാദത്തോടെ, പക്ഷേ ഹൃദയം നിറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി.